ബ്രഹ്മാണ്ഡ പുരാണത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു ഭാഗം പരശുരാമ ചരിതമാണ്. വിഷ്ണു ഭഗവാന് ദശാവതാരങ്ങൾ: മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമോ രാമച്ചരാമ, കൃഷ്ണ, കൽക്കി. അതിലാണ് പരശുരാമൻ വരുന്നത്. പരശുരാമൻ ഹണ്ടർ ഗ്യാദർ സ്റ്റേജാണ്. അപ്പോൾ ഭാഗവതത്തിലെ ദശാവതാരം ഡാർവിൻ 1854 പറയുന്ന പരിണാമ സിദ്ധാന്തമാണ് ഈ ഭാഗവതത്തിൽ പറയുന്നത്. ഡാർവിൻ പറഞ്ഞു, ഭൂമിയിൽ ആദ്യം ജീവനുണ്ടായത് കടലിലാണ്, മത്സ്യമായിട്ടാണ്. അതാണ് വിഷ്ണു ഭഗവാന്റെ ആദ്യത്തെ അവതാരം, മത്സ്യാവതാരം. പിന്നെ ഡാർവിൻ പറഞ്ഞു, കടലിലും കരയിലും ജീവിക്കുന്ന ആംഫിബിയൻസ്, അതാണ് കൂർമാവതാരം. കടൽ വെള്ളത്തിലും ജീവിക്കും, കരയിലും ജീവിക്കും. പിന്നെ ഭൂമിയിൽ മാത്രം ജീവിക്കുന്ന ടെറസ്ട്രിയൽ ആനിമൽസ് ഉണ്ടായി. അതാണ് വിഷ്ണു ഭഗവാന്റെ മൂന്നാമത്തെ അവതാരം, വരാഹം, പന്നി, കരയിൽ മാത്രം ജീവിക്കുന്ന ജീവിയാണ്. പിന്നെ മൃഗവും മനുഷ്യനും മിക്സ്ഡായി. പണ്ട് കുരങ്ങനുണ്ടായിരുന്നു, അത് ആൾക്കുരങ്ങായി, പിന്നെ മനുഷ്യനായിട്ട് മാറി. മനുഷ്യനും മൃഗവും മിക്സ് ആവുന്നു. അതാണ് സിംഹവും മനുഷ്യനോട് മിക്സായ നരസിംഹാവതാരം. 16,000 വർഷത്തിന് മുമ്പ് മനുഷ്യൻ കുള്ളനായിരുന്നു, 4 അടി പൊക്കമുള്ളായിരുന്നു മനുഷ്യന്. 16,000 കൊല്ലത്തിന് മുമ്പ് മനുഷ്യൻ്റെ DNA ഒരു മ്യൂട്ടേഷൻ ഉണ്ടായി. അങ്ങനെ 4 അടി ഉണ്ടായിരുന്ന മനുഷ്യൻ 6 അടി പൊക്കത്തിലേക്ക് ഉയർന്നു. പക്ഷേ ആഫ്രിക്കയിലെ പിഗ്മികൾക്ക് ഈ മ്യൂട്ടേഷൻ സംഭവിച്ചില്ല, അവനിപ്പോഴും 4 അടി തന്നെയാണ്. ഏഷ്യയിലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെങ്ങാണ്ടുള്ള ഒരു ജനമാണ്, അവനും ഈ മ്യൂട്ടേഷൻ പറ്റിയിട്ടില്ല, അവനും 4 അടി പൊക്കത്തിലാണ്. അപ്പോൾ ആ 4 അടി പൊക്കം ഉണ്ടായിരുന്ന മനുഷ്യൻ്റെ കാലഘട്ടമാണ് വാമനാവതാരം, 4 അടി. അത് കഴിഞ്ഞ് മ്യൂട്ടേഷൻ അങ്ങോട്ട് കഴിഞ്ഞിട്ട് 6 അടി പൊക്കമുള്ള മനുഷ്യനുണ്ടായി. ആദ്യം ചരിത്രത്തിൽ അവൻ ഹണ്ടർ ഗ്യാദറായിരുന്നു, കെട്ടിയാടുന്ന മനുഷ്യനാണ്. ആ സ്റ്റേജാണ് പരശുരാമൻ. ഒരു സ്ഥലത്ത് താമസിച്ച് അവൻ ഗവൺമെൻറ് കൊണ്ടിരിക്കാൻ തുടങ്ങി. അവൻ മോണർക്കി ഫോം ചെയ്തു. അതാണ് ശ്രീരാമ അവതാരം. അയോധ്യയിലെ രാജാവായി, മന്ത്രിസഭ ഉണ്ടാക്കി, ക്ഷേമരാഷ്ട്രം ഉണ്ടാക്കിയ ഭരണാധികാരി. അത് കഴിഞ്ഞ് മനുഷ്യൻ അഗ്രികൾച്ചർ സ്റ്റേജിലേക്ക് വന്നു. ഒരു 6,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ റെപ്പറ്റേറ്റീവ് ഫാമിങ് പഠിച്ചു. അവൻ പ്രകൃതിയെ പഠിച്ചു. അവൻ കലണ്ടർ ഉണ്ടാക്കി. എപ്പോൾ മഴ പെയ്യും, എപ്പോൾ വരൾച്ചയാവും, വസന്തം എപ്പോൾ വരും, ഗ്രീഷ്മം എപ്പോൾ വരും, മഴക്കാലം എപ്പോൾ വരും, ചൂടുകാലം എപ്പോൾ വരും, സമ്മർ, വിൻ്റർ, സ്പ്രിങ് എപ്പോൾ വരും അവൻ കണ്ടുപിടിച്ചു. ഈ കലണ്ടർ അനുസരിച്ച് അവൻ കണ്ടുപിടിച്ചു ചില വിത്തുകളെ നമുക്ക് റിപ്പറ്റേറ്റീവ് ഫാമിങ് ചെയ്യാൻ പറ്റും. നെല്ലെടുത്തിട്ട് 10% വീണ്ടും വിതച്ചാൽ അത് 60 മീനി 100 മീനായിട്ട് വിളയും. 90% നമുക്ക് തിന്നാം, 10 വിതയ്ക്കാം. അല്ലാതെ ആപ്പിൾ ഉണ്ടായ ആണ്ടി 10 ആപ്പിളെ കിട്ടുള്ളൂ, അതുകൊണ്ട് 2 ആഴ്ചയെല്ലാം ജീവിക്കാൻ പറ്റൂ. ഏത് പഴം വെച്ച് പിടിപ്പിച്ചാലും, മാങ്ങയാണെങ്കിൽ പോലും 1 വർഷം 30 ദിവസം തിന്നാനുള്ള മാങ്ങയല്ലേ കിട്ടുള്ളൂ. പക്ഷെ നെല്ലോ ഗോതമ്പോ ജൗറയോ ചോളമോ വെച്ച് പിടിച്ചാൽ 1 വർഷം തിന്നാനുള്ള സാധനം ഉണ്ടാക്കാനും അത് സ്റ്റോർ ചെയ്യാനും പട്ടിണിയില്ല ജീവിക്കാനും പറ്റും. ഈ അഗ്രികൾച്ചർ സ്റ്റേജാണ് ബലരാമൻ. കലപ്പ, കൃഷി ചെയ്യുന്ന കലപ്പ ഉപയോഗിച്ച് ജീവിക്കുന്ന ബലരാമൻ. പിന്നെ മനുഷ്യൻ പൊളിറ്റിക്സ് പഠിച്ചു. അവൻ മക്കിവേലിയൻ റൂളറെ ഉണ്ടാക്കി. ആ കാലഘട്ടമാണ് പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണൻ, മക്കിവേലിയൻ റൂളർ. പിന്നെ മനുഷ്യനിങ്ങനെ പുരോഗതി പ്രാപിക്കുമ്പം അവൻ നാശത്തിലേക്ക് പോകും. അങ്ങനെ അവൻ നാശത്തിലേക്ക് പോകുമ്പോൾ ദുഷ്ടന്മാരെ ഇല്ലാതാക്കിയിട്ട് കലിയുഗത്തിൽ കിടക്കുന്ന മനുഷ്യനെ ഹൃദയയുഗത്തിലോട്ട് കൊണ്ടുപോകും. കൽക്കി അവതാരം. കണ്ടത് കർക്കിയായിരുന്നു, കർമ്മത്തിന് അവസാനം കുറിക്കുന്നവൻ. പക്ഷേ ലൗകിക സംസ്കൃതം വന്നപ്പോൾ കർക്കിയുടെ പേര് മാറ്റി കൽക്കി, കാലത്തിന് അന്ത്യം കുറിക്കുന്നവനാക്കി മാറ്റി. അപ്പോൾ ഈ ദശാവതാരങ്ങളിൽ ഹണ്ടർ ഗ്യാദർ സ്റ്റേജിലാണ് പരശുരാമൻ വരുന്നത്. ആ പരശുരാമ കഥ പക്ഷേ അയ്യപ്പനുണ്ടായി, പുരാണത്തിലൊന്നുമില്ല. പരശുരാമൻ മഴ പറഞ്ഞു, ഒരു പുരാണത്തിലും ഇല്ല. മഹാബലി കേരളം ഭരിച്ചു, ഒരു പുരാണത്തിലും ഇല്ല. മഹാബലി മഹാരാഷ്ട്ര ഭരിച്ച രാജാവാണ്. അതുപോട്ടെ. അപ്പോൾ പരശുരാമൻ മഴ എറിഞ്ഞപ്പോൾ കേരളം ഉണ്ടായിരുന്നൊരു കഥ. ഇത് 7-ാം നൂറ്റാണ്ടിൽ കേരളത്തിലേക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് ബ്രാഹ്മണർ വന്നു.
ബ്രാഹ്മണർ കൊങ്കണി ബ്രാഹ്മണർ വന്നപ്പോൾ കേരളത്തിലൊരു ഫിനോമിനൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കടൽ ഇങ്ങനെ പുറകോട്ട് മാറുകയാണ്. അന്ന് തുറ എന്ന് പറഞ്ഞ തുറമുഖം, തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൻ്റെ മുമ്പിലായിരുന്നു തുറമുഖം. അവിടെ ഉണ്ടായിരുന്ന അറബിക്കടൽ 25 കിലോമീറ്റർ പുറകോട്ട് മാറി. ഹൈക്കോടതി അവിടെ വന്ന് നിൽക്കുന്നു കടൽ. വൈക്കം എന്ന് പറഞ്ഞാൽ പുതിയ ഭൂമി. വൈക്കം വെള്ളത്തിനടിയിലായിരുന്നു. കടലങ്ങോട്ട് മാറിയപ്പം പുതിയ ഭൂമി പൊങ്ങി വന്നു വൈക്കം. അവിടെ നമ്മൾ ക്ഷേത്രമൊക്കെ വെച്ച് ഭംഗിയാക്കി. കടുത്തുരുത്തി കടലിലെ തുരുത്ത് അല്ലെങ്കിൽ തുറമുഖമാണ്. ആ കടുത്തുരുത്തിയിൽ നിന്ന് കടലങ്ങ് ഒരു 30 കിലോമീറ്റർ പുറകോട്ട് മാറി. കടുത്തുരുത്തി ഇപ്പോൾ കരയായി മാറി. അവിടെ അങ്ങ് തുരുത്തുമില്ല, തുറമുഖമില്ല. ഏറ്റുമാനൂർ മണ്ണേറി വന്ന് നിരപ്പായ സ്ഥലം. ഏറ്റുമാനൂർ വാക്കിൻ്റെ അർത്ഥം അതാണ്. ഏറ്റുമാനൂർ വെള്ളത്തിനടിയിലായിരുന്നു. കടലങ്ങോട്ട് പിന്മാറിയപ്പോൾ ഏറ്റുമാനൂർ ഒഴിഞ്ഞ് പൊങ്ങി വന്നു. കോട്ടയത്തിന് 1 കിലോമീറ്റർ തെക്ക് കോടിമത എന്നൊരു പാലമുണ്ട്. അവിടെയായിരുന്നു കടൽ നിന്നിരുന്നത്. തിരമാലകൾ കോടി മതിക്കുന്ന സ്ഥലം, അതാണ് കോടിമത എന്ന് വിളിക്കുന്നത്. അവിടെ ഒരു 40 കിലോമീറ്റർ കടൽ പുറകോട്ടൊക്കെ മാറി. കുട്ടനാട് കരയായി. കുമരകം മണ്ണും കുമരകി പൊങ്ങുന്ന സ്ഥലം. കടൽ പിന്മാറിയിട്ട് മണ്ണ് കുമരകി പൊങ്ങുന്ന സ്ഥലം. നിരണം നീരണയുന്ന സ്ഥലം. കൊല്ലത്തെന്ത് പറ്റി? നീണ്ട ഒരു സ്ഥലം കടലിൽ നിന്ന് കയറി വന്നു. അങ്ങനെ നീണ്ട കര, കടലിൽ നിന്ന് പൊങ്ങുന്ന നീണ്ട കര അവർ നീണ്ട കരയെന്ന് വെച്ച്, മണൽ പൊങ്ങി വന്ന സ്ഥലം നീണ്ട കര. അങ്ങനെ പൊന്നാനി മുതൽ ഏതാണ്ട് തെക്കൻ പറവൂർ വരെ, വർക്കല വരെയുള്ള സ്ഥലം കടലിൽ പിന്നോട്ട് മാറി കേരളത്തിൻ്റെ ഏറിയ ഒരു 15,000 ചതുരശ്ര കിലോമീറ്റർ വർദ്ധിച്ചു. പെരുന്നയിലെ NSS ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു കിണർ ഒഴിക്കാൻ തീരുമാനിച്ചു. 30 അടി കുഴിച്ച് ചെന്നപ്പം കിണറിൻ്റെ അടിയിൽ ഒരു കപ്പലിരിക്കുന്നു. അപ്പോൾ ഈ കടൽ പിന്മാറിയ പ്രോസസ്സിൻ്റെ അന്ന് തീരത്തിടക്കായിരുന്നു ഈ കപ്പൽ. ആ തിരമാലയിലും വലിയ ബഹളത്തിനടക്കി കപ്പൽ അവിടെ ഇരുന്ന് അതിൻ്റെ അടി മണ്ണ് വന്ന് അടിഞ്ഞു. അന്ന് നാരായണപ്പണിക്കരായിരുന്നു NSS ജനറൽ സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞ കപ്പൽ ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കിണറിനടി കിട്ടിയ കപ്പൽ NSS സംരക്ഷിച്ചു. അപ്പോൾ ഈ ഫിനോമിനെ നമ്മൾ പുരാണത്തിലൊരു കഥയാക്കി മാറ്റി. കൊങ്കണി ബ്രാഹ്മിൻസ് ഉണ്ടാക്കിയ കഥയാണ്. പരശുരാമൻ മഴു പറഞ്ഞ് കേരളം ഉണ്ടായി. പുരാണത്തിലുണ്ടോ ഇല്ലെന്നുള്ള വേറെ പ്രശ്നം. നമ്മൾ ഈ പരശുരാമ കഥ പഠിക്കുമ്പോൾ പരശുരാമൻ്റെ ആയുധം എന്താണ്? മഴുവാണ്. അത് വെട്ടാനും മരം വെട്ടാനും മനുഷ്യനെ കൊല്ലാനും മൃഗങ്ങളെ കൊല്ലാനും ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഈ മഴു. ആ മഴു മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി കേരളം ഉണ്ടാക്കിയ മഴുവാക്കി മാറ്റി. നിങ്ങൾക്കും എനിക്ക് ഈശ്വരൻ കഴിവ് വന്നിട്ടുണ്ട്. അത് ഡിസ്ട്രക്ഷൻ ഉപയോഗിക്കാം. പരശുരാമൻ്റെ മഴു ഡിസ്ട്രക്ഷൻ ഉപയോഗിക്കാം. പക്ഷെ അതേ മഴു ലോകത്തെ സൃഷ്ടിക്കാൻ, പ്രകൃതിരമണീയമായ കേരളം ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റും. ചരിത്രത്തിലെ വാമന പരശുരാമൻ കേരളത്തിൽ വന്ന മഹാരാഷ്ട്രയിലെ ഭരണാധികാരി. അദ്ദേഹം മഹാബലിയെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. ഓച്ചിറയിലെ പട യുദ്ധമൊക്കെ കഴിഞ്ഞ് കൊല്ലത്തെ യുദ്ധവും തോൽപ്പിച്ച ശേഷം മയ്യനാടെന്നൊരു സ്ഥലമുണ്ട്. അവിടെയായിരുന്നു 3ാമത്തെ യുദ്ധം. അവിടെ വെച്ച് മഹാബലിയുടെ സൈന്യം വഴി മയ്യത്തായിപ്പോൾ, അതുകൊണ്ട് മയ്യനാടെന്ന സ്ഥലത്തെ വിളിക്കുന്നത്. ആ പരശുരാമൻ വീണ്ടും തെക്കോട്ട് വന്ന് തിരുവനന്തപുരത്ത് എത്തിയപ്പം നമ്മുടെ തിരുവനന്തപുരം കൊലയന്മാരുടെ രാജാവ് മഹാകാളിയനെ പരശുരാമൻ യുദ്ധത്തിൽ തോൽപ്പിച്ചു. ആക്കുളത്ത് വെച്ചാണ് യുദ്ധത്തിൽ തോൽപ്പിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും പരശുരാമൻ മുമ്പോട്ട് എടുത്തപ്പോൾ നാടാന്മാരുടെ നേതാവ് രംഗത്ത് വന്നു. 3ാം നൂറ്റാണ്ടിലാണ് നാടാന്മാർ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. അവരുടെ നേതാവായിരുന്നു പപ്പൻ വന്നിട്ട് പരശുരാമൻ നേരിട്ടു. പരശുരാമൻ പപ്പനെ കൊന്നിട്ട് പപ്പനെ കുഴിച്ചിട്ട സ്ഥലമാണ് പാപ്പനംകോടി, ഇപ്പോൾ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിങ് സ്ഥലം. ഈ വന്ന ചരിത്രത്തിലെ പരശുരാമൻ നേരെ കന്യാകുമാരി തൊഴുതിട്ട് തിരിച്ചു വരുമ്പം തിരുവനന്തപുരത്ത് നിന്ന് 18 കിലോമീറ്ററത്തൊക്കെ പരശുവയ്ക്കൽ സ്ഥലത്താണ് പരശുരാമൻ്റെ മഴു താത്തു വെച്ചിരിക്കുന്നത്. ആ ക്ഷേത്രത്തിൽ ഇപ്പോഴും മഴു ഇരിപ്പുണ്ട്. പിന്നെ വാമന പരശുരാമൻ മേപ്പോട്ട് വന്നിട്ട് നമ്മുടെ വാമനപുരം സ്ഥലത്ത് വന്നപ്പം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അദ്ദേഹം മരിച്ച്. വാമനപുരം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഈ പരശുരാമനെ അടക്കിയിരിക്കുന്നത്. അത് ചരിത്രത്തിലെ പരശുരാമൻ, 7ാം നൂറ്റാണ്ടിൽ കേരളം ആക്രമിച്ച പരശുരാമൻ. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ പരശുരാമൻ പുരാണത്തിലെ പരശുരാമനാണ്. അപ്പോൾ ആ പരശുരാമനെ മനസ്സിലാക്കുമ്പോൾ പരശുരാമ ചരിത്രം പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചാണ് കേട്ടോ. ബ്രഹ്മാണ്ഡ പുരാണം. അപ്പം ശത്രുക്കളെ കൊല്ലാനും വെട്ടി നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു മഴു സൃഷ്ടിക്കാൻ ഉപയോഗിച്ചു. നമ്മുടെ കയ്യിൽ ഒരു പേന കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് പരീക്ഷകൾ ജയിക്കാം. പക്ഷേ അതേ പേന വെച്ച് ഒരുത്തനെ നശിപ്പിക്കാനുള്ളതെല്ലാം കൂടെ എഴുതി ചേർത്ത് അവൻ്റെ ആത്മഹത്യ കൊണ്ടു നിർത്തും. അതേ പേന ഒരാൾ തെറ്റായിട്ട് ഉപയോഗിച്ചാൽ നമുക്കൊരു പിച്ചാത്തി ഉണ്ട് അടുക്കളയിൽ, അത് വെച്ച് വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് കറി വെക്കാം. അതേ പിച്ചാത്തി ഒറ്റ കുത്ത് പള്ളയ്ക്ക് കൊടുത്താൽ ആളിനെ കൊല്ലാൻ ഉപയോഗിക്കാം. മനുഷ്യൻ തന്നിരിക്കുന്ന ആയുധം നല്ലതിന് ഉപയോഗിക്കാം, അതേ ആയുധം തിന്മയ്ക്ക് ഉപയോഗിക്കാം. പരശുരാമ ചരിത്രത്തിൽ മനുഷ്യൻ എങ്ങനെ നമുക്ക് കിട്ടിയ കഴിവിനെ ഉപയോഗിക്കണമെന്ന് ബ്രഹ്മാണ്ഡ പുരാണം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ പരശുരാമ ചരിത്രത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം.
മഴുവും കൊണ്ട് ഹണ്ട്രകാതരായിരുന്ന പരശുരാമൻ ഭൂമിക്ക് ഇത് വലിയ അനുഗ്രഹം എന്താണെന്നറിയാമോ? അദ്ദേഹം ഒരു ഗുരുകുലം സ്ഥാപിച്ചു, അദ്ദേഹം ഒരു കോളേജ് സ്ഥാപിച്ചു, പരശുരാമൻ്റെ കോളേജ്. പരശുരാമൻ്റെ ഗുരുകുലത്തിൽ പഠിച്ച ആരൊക്കെയാണ്? ഭീഷ്മ പിതാമഹൻ പരശുരാമൻ്റെ ശിഷ്യനായിരുന്നു. ദ്രോണർ, മഹാ ആചാര്യനായ ദ്രോണർ പരശുരാമൻ്റെ ശിഷ്യനാണ്. പാഞ്ചാലയുടെ അപ്പനില്ലേ, അവൻ പരശുരാമൻ്റെ ആലയത്തിലായിരുന്നു. ഭീഷ്മർ ഷെഡ്യൂൾ കാസ്റ്റാണ്, ദാസി മുക്കോ സ്ത്രീയുടെ മകനാണ് ഭീഷ്മർ. ദ്രോണർ ബ്രാഹ്മണനാണ്, പാഞ്ചാലനോ ക്ഷത്രിയനാണ്. ഈ വല്ല വ്യത്യാസം പരശുരാമൻ ഉണ്ടായിരുന്നോ? ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. നാനാജാതികളെ പഠിപ്പിക്കുന്ന ആലയം. ആ ഗുരുകുലത്തിൽ ഈ പിള്ളേരെ പഠിച്ചോ പാഞ്ചാലൻ പറഞ്ഞു, ദ്രോണരെ നീ വിഷമിക്കൊന്നും വേണ്ട, നീ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊക്കെ വന്നേക്കാൻ പറഞ്ഞു. ദ്രോണർ പട്ടിണിയിലായി. അപ്പോൾ ദ്രോണർ വിചാരിച്ചു, പാഞ്ചാലൻ രാജാവല്ലേ, പോയി കളയാം. അവിടെ ചെന്നു. പാഞ്ചാലൻ പറഞ്ഞു, ദ്രോണരെ പഠിക്കുന്ന കാലത്ത് നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട് കേട്ടാ. പണ്ഡിതോന ബന്ധു പാമര, പണ്ഡിതൻ പാമരന് കൂട്ടുകൂടാൻ പാടില്ല. രാജാന ബന്ധു പ്രജ, രാജാവും പ്രജയും തമ്മിൽ കൂട്ടുകൂടാൻ പാടില്ല. അതുകൊണ്ട് നീ എൻ്റെ അടുത്ത് ഒരു സഹായം പക്ഷേ നീ പൊക്കോളാൻ പറഞ്ഞു. ദ്രോണർക്ക് ഭയങ്കര ദേഷ്യമാണ്. ആ ദേഷ്യം കൊണ്ട് ദ്രോണർ ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് പാണ്ഡവന്മാർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പന്ത് കണ്ടിപ്പോയി. ദ്രോണർ ഇത് കണ്ടുകൊണ്ട് വന്നിട്ട് അസ്ത്രം അയച്ച് പന്ത് പൊക്കിയെടുത്ത് അർജുനൻ്റെ കൈ കൊടുത്തു. അർജുൻ അതും കൊണ്ട് ഓടി ഭീഷ്മൻ്റെ അടുത്ത് വന്നു. പിതാമഹ, ഒരാൾ വന്നിട്ട് ഞങ്ങളുടെ കിണറ്റിൽ കിടന്ന പന്ത് പൊക്കിയെടുത്ത് തന്നു. ഭീഷ്മൻ പറഞ്ഞു, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദ്രോണർക്ക് മാത്രമേ പറ്റൂ. പരശുരാമൻ ഞങ്ങളെ രണ്ടുപേരെയും ആകെ ഇത് പഠിപ്പിച്ചിട്ടുള്ളൂ, ഈ കിണറ്റിൽ നിന്ന് പന്ത് പൊക്കുന്ന പരിപാടി. അപ്പം ഞാനല്ലാതെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദ്രോണരാണ്. ഭീഷ്മൻ ഓടി പുറത്തു വന്നു. ദ്രോണരെ എവിടെ പോയിട്ട് വരുന്നു? ദ്രോണർ പറഞ്ഞു, ഞാൻ നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ പാഞ്ചാലൻ, അവനെ കാണാൻ പോയത്, അവനെന്നെ ആക്ഷേപിച്ച് വിട്ടുകളഞ്ഞു. അയ്യോ, അതെന്ത് പറ്റി? നിങ്ങൾ വലിയ കൂട്ടായിരുന്നല്ലോ. അതെ, അവൻ എന്നെ ചെയ്ത പരിപാടിക്ക് ക്ഷമ കൊടുക്കാൻ പറ്റിയില്ല. ഭീഷ്മർ പറഞ്ഞു, നീ എങ്ങും പോണ്ട ദ്രോണരെ, നീ ഞങ്ങളുടെ കൊച്ചുമക്കൾ പാണ്ഡവന്മാരും കൗരവന്മാർ ഗുരുവായി മാറാൻ പറഞ്ഞു. അങ്ങനെ ദ്രോണർ പാണ്ഡവ കൗരവന്മാരുടെ ഗുരുവായി മാറി. ദ്രോണർ വൈരാഗ്യം കൈവച്ചിരുന്നു. അവസാനം ഗുരുദക്ഷിണ വേണം, പാഞ്ചാലിനെ പിടിച്ചിട്ട് വരാൻ പറഞ്ഞു. കൗരവന്മാർ പരാജയപ്പെട്ടു. അർജുനൻ പോയി പാഞ്ചാലിനെ പിടിച്ചിട്ട് കൊണ്ടുവന്നു. ദ്രോണർ ചവിട്ട കാല് പോക്കി. ഭീഷ്മന് കാലെ പിടിച്ചു. തുടരരുത്, നമ്മൾ കൂട്ടുകാരാ, സതീർത്ഥ്യർ പരസ്പരം തൊഴിക്കാൻ പാടില്ല. കാല് പിൻവലിച്ച് ക്ഷമിച്ചു. പാഞ്ചാലൻ പോയി തപസ്സിരുന്നു. എനിക്ക് പാഞ്ചാലനെ കൊല്ലാൻ ഒരു മകൻ വേണം, എന്നെ പരാജയപ്പെടുത്തി അർജുനന് കല്യാണം കഴിക്കാൻ ഒരു മോളെ വേണം. അങ്ങനെ തപസ്സിരുന്നപ്പോൾ ദ്രോണരെ കൊല്ലാനായി ദൃഷ്ടദ്യുമ്നൻ ജനിച്ചു. പാഞ്ചാലൻ അർജുനൻ്റെ ഭാര്യയാകാൻ വേണ്ടി ദ്രൗപദി ജനിച്ചു. എല്ലാം രണ്ട് ബെസ്റ്റിനെ പിടിച്ചില്ലേ. ദൈവം പറഞ്ഞു, നിനക്ക് ആണ് പെണ്ണുമല്ലാത്തൊരു ശിഖണ്ഡി കൂടെ ഉണ്ടാക്കിക്കൊടുത്തു. അത് അമ്പയുടെ പുനരവതാരമാണ്. അമ്പ ഭീഷ്മനെ വീഴിക്കാനായിട്ട് അവതാരം ഉപയോഗിക്കുകയാണ്. അപ്പോൾ പരശുരാമൻ്റെ ഗുരുകുലത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ബന്ധം വഷളായപ്പോൾ എങ്ങനെയാണ്, ശരിയായപ്പോഴെങ്ങനെയാണ്. ഞാൻ IPS കിട്ടി പോലീസ് സ്റ്റേഷൻ കോളേജ് പ്രിൻസിപ്പലായി. ആദ്യം SIമാരുടെ ക്ലാസ് എടുക്കാണ്ട് കയറി ചെല്ലുകയാണ്. സ്റ്റെപ്പോട് കയറി അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നു. മാറിവാണിസ് കോളേജ് എൻ്റെ കൂടെ പഠിച്ച ദാമോദരൻ. ദാമോദരാ, നീ എന്താ ഇവിടെ? അയ്യോ, എനിക്ക് പോലീസ് ജോലി കിട്ടി, വീട്ടിൽ വലിയ പ്രയാസമാണ് സാറേ, അലക്സ എനിക്കൊന്നും പഠിക്കാൻ പറ്റില്ല എന്നാണ്. ഞാനിന്ന് ക്ലാസ്സിലോട്ട് ചെന്നു. ക്ലാസ്സിൽ ചെന്നപ്പോൾ ഞങ്ങൾ പണ്ട് കരമന താമസിക്കും. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ എന്നെ എടുത്തുകൊണ്ട് നടന്ന ഒരാൾ, അയാൾ പോലീസിൽ കയറി പ്രൊമോഷൻ കിട്ടി, അയാൾ SI ആയി. അപ്പം ഞാൻ ഓടി, അണ്ണാനെങ്ങനെ ഇവിടെ മോനെ, എനിക്കിങ്ങനെ പോലീസിൽ കിട്ടി, ഞാനിങ്ങനെ SI ആയോ നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ അയാളെ കെട്ടിപ്പിടിച്ച് എന്നെ വിളിച്ചു. നീ എന്തോടെ അവിടെ കലാപരിപാടി നടത്തുന്ന? പോലീസുകാരനെ കെട്ടിപ്പിടിക്കുന്നു, SIയുടെ അടുത്ത് ഇത് ചെയ്യുന്നു. ഞാൻ ഒന്ന് പൊന്നു സാറേ, എൻ്റെ കൂടെ ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ചാണ് ദാമോദരൻ, അവനെ പൂർവ്വ വിദ്യാർത്ഥി, ഞാൻ അവനെ കണ്ടപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ച. SI എന്നെ 2 വയസ്സുള്ള എടുത്തോണ്ടെന്ന മനുഷ്യനാ, അവൻ SI ആയി, ഞാൻ IPS ആയെന്ന് പറഞ്ഞാൽ അയാളുടെ പഴയ സ്നേഹം കാണിക്കാതിരിക്കാൻ പറ്റുമോ? അതൊക്കെ എൻ്റെ വീട്ടിൽ
യൂണിറ്റ് നീ DIG ഭയങ്കര ദേഷ്യപ്പെട്ടു. പരശുരാമൻ്റെ ഗുരുകൾ നമ്മളെ പഠിപ്പിക്കുന്നു, പൂർവ്വ വിദ്യാർത്ഥി എങ്ങനെ ആയിരിക്കണം, പരശുരാമൻ്റെ ഗുരുകുലത്തിൽ പറ്റിയ ശിഷ്യന്മാർ നമ്മളെ വഴക്ക് എങ്ങനെ മഹാഭാരത കഥ ഉണ്ടായി നമ്മൾ പഠിക്കുകയാണ്. പക്ഷേ അത് പൂർണ്ണമായി നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ശ്രീകൃഷ്ണൻ കുചേലനെ സ്വീകരിക്കുന്ന സംഭവത്തിലാണ്. കുചേലനും ശ്രീകൃഷ്ണനും സാന്ദീപനിയുടെ ആശ്രമത്തിൽ പഠിച്ചാണ്. ഉജ്ജയിനിയിലെ കാളി ക്ഷേത്രത്തിൽ നിന്ന് 3 ഫർലോങ് വടക്കാണ് സാന്ദീപനിയുടെ ആശ്രമം. ഞാൻ ഉജ്ജയിനി പോയപ്പോൾ സാന്ദീപനിയുടെ ആശ്രമം കാണാൻ പോയി. ഇപ്പോഴും ആശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്, സാന്ദീപനിയുടെ ആശ്രമം. അവിടെ 700 കിലോമീറ്റർ വടക്കൊന്നും ശ്രീകൃഷ്ണൻ സാന്ദീപനി ആശ്രമത്തിൽ പഠിക്കാൻ വന്നു. കുചേലൻ ഗുജറാത്തിൽ മഹാത്മാഗാന്ധി ജനിച്ച പോർബന്തറിൽ നിന്ന് ഒരു 2 ഫർലോങ് വടക്കാണ് കുചേലൻ്റെ വീട്. ഞാനവിടെ കുചേലൻ്റെ വീട്ടിൽ പോയി. ഭഗവാൻ കൃഷ്ണൻ ഉണ്ടാക്കി കൊടുത്ത കെട്ടിടവും ഒക്കെ ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട് ഈ കുചേലൻ്റെ വീട്ടിൽ. അവിടുന്ന് ഒരു 700 കിലോമീറ്റർ കിഴക്കോട്ട് വന്നു കുചേലൻ പഠിക്കാൻ. അങ്ങനെ സാന്ദീപൻ ആശ്രമത്തിൽ പഠിച്ച ശ്രീകൃഷ്ണനും കുചേലനും അവസാനം ശ്രീകൃഷ്ണൻ ദ്വാരകയിലെത്തിയപ്പോൾ അവിടുന്ന് ഒരു 110 കിലോമീറ്റർ ഉള്ളൂ ഈ കുചേലൻ്റെ വീട്. കുചേലൻ അവിടുന്ന് അവലവതിയുമായിട്ട് 110 കിലോമീറ്റർ നടന്ന് അവിടെ എത്തിയപ്പോൾ കുചേലനെ ശ്രീകൃഷ്ണൻ സ്വീകരിക്കാൻ. അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥി എങ്ങനെ ആവണം, എങ്ങനെ ആവാൻ പാടില്ല, രണ്ടും നമ്മളെ പഠിപ്പിക്കുന്നു. പരശുരാമൻ്റെ ഗുരുകുലവും സാന്ദീപനുടെ ഗുരുകുലവും നമ്മൾ കമ്പയർ ചെയ്തിട്ട്. അപ്പോൾ യുദ്ധവീരനായ പരശുരാമൻ, നശിപ്പിക്കാൻ ആയുധമുണ്ടായിരുന്ന പരശുരാമൻ എങ്ങനെ കേരളം സൃഷ്ടിച്ചു? ആ പരശുരാമൻ ആയുധം കൊണ്ട് ഹണ്ടർ ഗാദറായിരുന്ന മനുഷ്യൻ എങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കി? ആ സ്ഥാപനത്തിലൂടെ മഹാന്മാരായ ഭീഷ്മരെയും ദ്രോണരെയും പാഞ്ചാലനെയൊക്കെ സൃഷ്ടിക്കുകയാണ്. ഇത് നമുക്കൊരു പാഠമാണ്. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പരശുരാമൻ്റെ ഗുരുകുലത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ബ്രഹ്മാണ്ഡ പുരാണം പഠിക്കുമ്പോൾ പരശുരാമചരിതം ഇവിടെ വിവരിക്കുന്ന ദിവസം കൃത്യമായ യജ്ഞാചാര്യം പറയുന്നത് ശ്രദ്ധിച്ചിട്ട് പരശുരാമൻ എന്ന മഹാനായ യോദ്ധാവിനെയും പരശുരാമൻ എന്ന കോളേജ് സ്ഥാപിച്ച ആ വലിയ എഡ്യൂക്കേഷണൽ സ്പോട്ടിനെയും മനസ്സിലാക്കണം. എൻ്റെ സമയം 8:15 വരെ പറഞ്ഞു കഴിഞ്ഞിരിക്കും, ഞാൻ നിർത്തുകയാണ്. ബ്രഹ്മാണ്ഡ പുരാണം ഇവിടെ കേൾക്കുമ്പോൾ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ള ബിഗ് ബാങ് തിയറി, ലോകത്തിൽ ആദ്യമായി 1⁻⁴ ഉള്ള എണ്ണം ഇന്ത്യക്കാരെങ്ങനെ പഠിച്ചു, എങ്ങനെയാണ് പ്രപഞ്ചത്തിൽ 50 കോടി നക്ഷത്രമുണ്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ ബ്രഹ്മാണ്ഡ കടാഹം എന്ന് പറയുന്ന പ്രപഞ്ച സൃഷ്ടി സായിപ്പന്മാർ 200 കൊല്ലം മുമ്പ് കണ്ടുപിടിച്ചത് 4000 കൊല്ലത്തിന് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചു. ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് സ്ത്രീ ദൈവ സങ്കല്പം ലളിത ശാസ്ത്രവും വരുന്നത്. ആ ലളിത ശാസ്ത്രത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം. നിങ്ങൾ ഓരോരുത്തരും ക്ഷേത്ര നിർമ്മിതിക്ക് എന്താ ചെയ്യുക? ഉത്തര മധുരയിലെ ക്ഷേത്രങ്ങൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 ക്ഷേത്രത്തിൻ്റെ കഥ പറയുന്നുണ്ട് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ. ആ ക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഭക്തൻ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നുണ്ട്. ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് പരശുരാമൻ എന്ന വീരയോദ്ധാവിൻ്റെ കഥ പറയുന്നത്. ആ പരശുരാമൻ എങ്ങനെയാണ് സൃഷ്ടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിരുന്നത്, ആ പരശുരാമൻ എങ്ങനെയാണ് ലോകത്തിൽ ആദ്യത്തെ കോളേജ് സ്ഥാപിച്ചത്, ഇതൊക്കെ കൃത്യമായി ബ്രഹ്മാണ്ഡ പുരാണത്തിൽ നിന്ന് പഠിക്കണം. അതുകൊണ്ട് ബ്രഹ്മാണ്ഡ പുരാണം തിരഞ്ഞെടുത്തതിന് ഈ അമ്പല കമ്മിറ്റിക്കാരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ നാട്ടുകാർക്കൊക്കെ ഈ ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ സാരാംശം മനസ്സിലാക്കി അതനുസരിച്ച് ശ്രേഷ്ഠമായ ശാസ്ത്രീയമായ ഒരു ചിന്താഗതി ഉണ്ടാവാനും നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാനും എങ്ങനെ സംരക്ഷിക്കണമെന്ന് മനസ്സിലാക്കാനും അമ്മയാരാണ്, മക്കളെ വളർത്തിയ അമ്മയുടെ മഹത്വം മനസ്സിലാക്കണം. ലളിത സഹസ്രനാമം പഠിച്ചിട്ട് അമ്മ ആരാണ് എന്ന് മനസ്സിലാക്കണം. അതും ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ വലിയ പാഠമാണ്. അതുകൊണ്ട് ബ്രഹ്മാണ്ഡ പുരാണത്തിലെ വലിയ പാഠങ്ങൾ പഠിക്കാൻ ഈ സപ്താഹം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മയും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം.